ഇത് പ്രതിഷേധം കണ്ടിട്ടില്ലെങ്കിൽ അത് കാണിക്കുന്ന രൂപത്തിൽ UDF കാണിക്കുമെന്ന് പറയാം. നിങ്ങൾക്ക് ഞങ്ങളെ ഭയപ്പെടുത്താം, പക്ഷേ ഞങ്ങളുടെ അഭിവാദ്യ ബോധമുണ്ടല്ലോ, അത് നശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് നശിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പിണറായി വിജയന്റെ പോലീസിനെ ഇടക്കി നിർത്താൻ UDF ആരംഭിക്കും വിചാരിച്ചാൽ അതിനൊരു മണിക്കൂർ വേണ്ട എന്ന് പോലീസുകാർ മനസ്സിലാക്കിയാൽ നല്ലത്. ഞാൻ പറയുന്നത് ഇന്നത്തെ പ്രതിഷേധം സൂചന മാത്രം. നാളെ IG ഓഫീസിലേക്ക് മാർച്ചുണ്ട്, കോഴിക്കോട് നിന്ന് നാളെ IG ഓഫീസിലേക്ക് മാർച്ചുണ്ട്. അതിന് മുഴുവൻ പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. ഈ ബഹുമാനപ്പെട്ട UDF ചെയർമാൻ കോട്ടയം രാധാകൃഷ്ണനെ ഇന്നലെ പേരാമ്പ്രയിലെ കോളേജുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ SFIയുടെ നേതൃത്വത്തിലുള്ള ഒരു കോളേജാണ് ഈ വർഷം നമുക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. അവിടെ KSUവിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇന്നലെ അവിടെ പേരാമ്പ്ര ടൗണിൽ ഒരു ആഹ്ലാദ പ്രകടനം നടത്താൻ പോലും ഈ SFIയുടെയും CPMന്റെ ഗുണ്ടകൾ സമ്മതിച്ചില്ല. അതിനെതിരെ ഇന്നലെ നടന്ന വലിയൊരു പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട MPക്കെതിരെയാണ് പോലീസിന്റെ അതിക്രൂരമായ കയ്യേറ്റം കാണുന്നത്. ഒരു ജനപ്രതിനിധിയെ പോലും കയ്യേറ്റം ചെയ്യാൻ പോലീസിന് ലൈസൻസ് നൽകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളതെന്നും ഈ ഒരു മുഖ്യമന്ത്രിക്ക് യാതൊരു ലജ്ജയുമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെന്ന് ഞാൻ പറയണ്ട. അതുകൊണ്ട് ഈ പോലീസിന്റെ ശക്തമായ നടപടിക്കെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നാളെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ നാളെ കോഴിക്കോട് IG ഓഫീസ് മാർച്ച് നടത്തുകയാണ്. നാളെ കാലത്ത് 10 മണിക്ക് 9:30 മണിക്ക് നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുന്നത്. ആ മാർച്ചിലും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പങ്കാളികളാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്യാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യനായ പാറക്കൽ അബ്ദുള്ള സാഹിബ് അവരെ ക്ഷണിച്ചു. ഇന്ന് വൈകുന്നേരം അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചിരിക്കുകയാണ്. പോലീസ് മർദ്ദിക്കുന്നത് ഇന്നലെ അവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ CKG മെമ്മോറിയൽ സ്കൂൾ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കോളേജുകളിലൊക്കെ നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി SFI ഇവിടെ പരാജയപ്പെടുകയാണ്. ആ പരാജയപ്പെട്ട SFI പേരാമ്പ്ര ടൗണിൽ മാരകായുധങ്ങളുമായി ആഹ്ലാദ പ്രകടനവുമായി വരുന്ന വിദ്യാർത്ഥികളെ തല്ലുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അതിന്റെ പേരിലുള്ള പ്രതിഷേധം അവിടെയുണ്ട്. പക്ഷേ ഇന്ന് MP അവിടെ പോകുന്നത് MPയുടെ ഒരു ഒഫീഷ്യൽ പരിപാടി, നേരത്തെ ഫിക്സ് ചെയ്ത പരിപാടിയാണ്. അതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവിടെ കൂടിയ ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വളരെ മൃഗീയമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന ലാത്തി ചാർജ് നടത്തി ടിയർ ഗ്യാസ് പൊട്ടിച്ചു. ഒരു കാരണവുമില്ലാതെ ജനനായകനെ MPയെ സംരക്ഷിക്കേണ്ട പോലീസ് അവിടെ ചെയ്തത് ജനനായകനെതിരെ MPക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന സമീപനമാണ് പോലീസ് ചെയ്തത്. എനിക്ക് പോലീസുകാരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് ശമ്പളം തരുന്നത് AKG ഓഫീസിൽ നിന്നല്ല, ഞങ്ങളുടെ നികുതി പണമാണ്. നിങ്ങൾ പോലീസ് CPMന്റെ ചട്ടുകമായി മാറുകയും എന്ത് തമ്മാടിത്തവും കാണിക്കാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ പഴയകാലം പോയി. വടകരയിൽ MP ജയിച്ചത് ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നതല്ല, വടകരയിലെ ജനങ്ങൾ വോട്ട് ചെയ്താണ് ജയിച്ചത്. ആ MPയെ നിങ്ങൾ ഇവിടെ കയ്യേറ്റം ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ പോലീസുകാരൻ ആലോചിക്കേണ്ടത്. നിങ്ങൾ കാക്കിയുമെടുത്ത് നിങ്ങളെ ഞങ്ങൾ കാണുമ്പോൾ ബഹുമാനിക്കുന്നത് നിങ്ങൾ പോലീസാണ്, നീതിപാലകരാണ് എന്ന ധാരണയിലാണ്. പോലീസിന്റെ കാക്കിക്കുള്ളിൽ ക്രിമിനലുകളാണെങ്കിൽ കൈകാര്യം ചെയ്യാൻ UDFന്റെ പ്രവർത്തകന്മാർക്കറിയാം. അങ്ങനെ പോലീസിനെ പേടിച്ച് പൊതുപ്രവർത്തനം നിർത്തും എന്ന് നിങ്ങൾ ധരിക്കണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിനെ കാട്ടി ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ UDF കൃത്യമായും അതിന് മറുപടി പറയുമെന്ന് മാത്രമല്ല, കാക്കി ഉടുപ്പിട്ട് പോലീസുകാരൻ നാളെ റോട്ടിലിറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. അതുകൊണ്ട് പോലീസിനോട് ഞങ്ങൾക്ക് എല്ലാ പോലീസുകാരെയും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ പോലീസിനുള്ളിൽ ക്രിമിനലുകളെ തിരികെ കയറ്റി UDFനെ അവസാനിപ്പിക്കാം എന്ന് ഗവൺമെന്റും പോലീസും ധരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ്. നാളെ രാവിലെ 9:30 മണിക്ക് IG ഓഫീസിലേക്ക് മാർച്ച് നടക്കുകയാണ്. ആ മാർച്ചിൽ ഇവിടെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പങ്കെടുക്കണം എന്ന് അപേക്ഷിക്കുന്നു.
വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.